ജോണിൻ്റെ സോളാർ വിശേഷത്തിൻ്റെ 4-ാം പതിപ്പ് ഇറങ്ങാൻ പോവാണെന്ന് കേട്ടു. അത് എന്നത്തേക്കായിരിക്കും അതിൻ്റെ അത് ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തിന് അടുത്ത 18-ാം തീയതിയാണ്, ജൂലൈ 18 അന്നിറക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമായതുകൊണ്ട് അദ്ദേഹത്തിന് ചരമദിനം വായിക്കാൻ ഏറ്റവും പറ്റിയെന്ന് കരുതിയിട്ട് ഞാൻ ഇറക്കുകയാണ്. എന്തായിരുന്നു ആ പുസ്തകം എഴുതാനുള്ളൊരു പ്രചോദനം? അത് പ്രധാനമായിട്ടും ഉമ്മൻചാണ്ടിയോടുള്ള ഒരു വ്യക്തിബന്ധം എനിക്കുണ്ടായിരുന്നു. രണ്ടാമത് ഈ ആ സോളാർ വിവാദം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം കടന്നുപോയ ആ ഒരു മാനസികാവസ്ഥയും അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കപ്പെടുന്ന ആരോപണങ്ങളുടെ കഥയില്ലായ്മയും എനിക്ക് അടുത്തു നിന്ന് കാണാൻ കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാമല്ലോ, ഒരു സംഭവം, ഒരു വിവാദം അത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഉയർത്തുമ്പോൾ അതിന് സത്യാവസ്ഥ പെട്ടെന്ന് ആളുകൾക്ക് മുന്നിൽ നമ്മൾ അവതരിപ്പിച്ചാൽ അതവിടെ നിൽക്കത്തില്ല. അതിനുള്ള ഉദാഹരണമാണ് മുമ്പ് നടന്ന ചാരക്കേസിൽ ഇത് തന്നെ സംഭവിച്ചത്. സത്യം നമുക്കറിയാമെങ്കിലും നമ്മളത് ആ സമയത്ത് പറഞ്ഞാൽ ആരും കേൾക്കില്ല, എല്ലാവരും ഇതിലങ്ങ് അഭിരമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു മുഖ്യമന്ത്രി ഇത് അധികാര കസേരകൾക്കെതിരെ എപ്പോഴും ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ആളുകൾ ആഘോഷിക്കും. അപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടൊരു ആരോപണം വന്നു. ആദ്യം അത് അഴിമതി ആരോപണമായിരുന്നു. അഴിമതി ആരോപണം നിൽക്കില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് അത് ലൈംഗികാരോപണമാക്കി. അതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ചെയ്യുന്നതാ. അത് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണിത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അവരും കൂടി ഇതിന്റെ ഭാഗമായിട്ട് ചിത്രീകരിക്കും. സാധാരണ ജനങ്ങൾ അത് വിശ്വസിച്ചിരുന്നില്ല. സാധാരണ ജനങ്ങൾ അത് വിശ്വസിക്കുന്ന ഒരു അവസ്ഥ അല്ല. അന്ന് ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള അത് പൂർണ്ണമായിട്ട് ആൾ വിശ്വസിച്ചില്ല. കാരണം അത് ഉമ്മൻചാണ്ടിയെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്. പക്ഷെ അവരൊക്കെ സംശയത്തിന് നിഴലിലായി ആളുകൾ. എല്ലാ സത്യവും കാണുമായിരിക്കും എന്ന ആളുടെ ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതെപ്പോഴും ഉണ്ടാവും. ചാരക്കേസിലും ഉണ്ടായി. നമുക്കൊരു ഫ്രേസ് ഉണ്ടല്ലോ, തീയില്ലാതെ പുകയില്ല എന്നത് അവര് അല്പമെങ്കിലും തീയില്ലാതെ പുക ഉണ്ടാവും എന്ന് ചോദിക്കുന്നത് പോലെയാണ് പലപ്പോഴും. പക്ഷെ ആ തീ എത്ര ചെറുതും പുക എത്ര വലുതും എന്നുള്ളതാണ് ഇതിനകത്തെ മറുപടി. കാരണം എന്തെങ്കിലും ഉണ്ടാവും അവിടെ. അങ്ങനൊരു കേസ്, ഈ സോളാർ വിവാദം ഉണ്ടാകാൻ കാരണക്കാരിയായിട്ടുള്ള സരിതാ നായർ എന്ന് പറയുന്ന സ്ത്രീ അവിടെയുണ്ട്. അവര് ടീം സോളാർ എന്ന് പറഞ്ഞ കമ്പനി നടത്തിയെന്നുള്ളതുണ്ട്. അവര് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ടുണ്ടെന്നുള്ള സത്യമുണ്ട്. ഇത്തരം ചില അടിസ്ഥാനപരമായ സത്യങ്ങളെ മാറ്റം നിർത്തിക്കൊണ്ട് മാത്രമല്ല, അന്നുണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം ഉമ്മൻചാണ്ടി ചില കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല എന്നുള്ളൊരു ആരോപണം. ഉമ്മൻചാണ്ടി അതിന് തൊട്ട് മുമ്പായിട്ട് സരിതയുടെ ഭർത്താവിനെ എറണാകുളത്തെ ഒരു ഗസ്റ്റ് ഹൗസ് വെച്ച് കാണുന്നു. കണ്ടിട്ട് അവർ തമ്മിലുള്ള സംഭാഷണം അദ്ദേഹം പുറത്തു പറയുന്നില്ല. ഇതിനകത്ത് നിഗൂഢതയുണ്ട് എന്ന് പറയുകയും അദ്ദേഹം മൗനം ആരോപിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് അത് സംശയം കൂട്ടാൻ കാരണമായി. പക്ഷെ അദ്ദേഹം അത് പറയാതിരുന്നത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ മറ്റൊരു മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി ആയിരുന്നു എന്നുള്ളത് ഇപ്പോഴാളുകൾക്ക് അറിയാം. പക്ഷെ അന്നറിയത്തില്ലായിരുന്നു. പിന്നെ ഉമ്മൻചാണ്ടിയുടെ ചില സ്വഭാവത്തിനും ഇതുകൊണ്ട്, അതായത് പുള്ളി ഒരു കാര്യം പറയില്ല എന്ന് തീരുമാനിച്ചാൽ പറയില്ല. ഒരാളെ ബാധിക്കുന്ന ഒരു വിഷയം, ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അത് ഞാൻ അതിന്റെ പേരിൽ എന്തെങ്കിലും ആക്ഷേപം കേട്ടാലും അത് പറയില്ല എന്ന് തീരുമാനിച്ചാൽ പറയില്ല. ഇതിന്റെയൊക്കെ ഒരു എന്താ പറയുന്ന ഒരു ശിക്ഷയാണ് അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നത്. പക്ഷെ എന്തായാലും അവസാനം അന്വേഷണങ്ങളെല്ലാം നടത്തി അദ്ദേഹം എന്താ പറയുന്ന അഗ്നിശുദ്ധിയോടെ അദ്ദേഹം പുറത്തു വന്നു. ജോണ, ഈ പുസ്തകത്തില് ആഗ്രഹിച്ചതെല്ലാം എഴുതാൻ പറ്റിയോ? ആഗ്രഹിച്ചതെല്ലാം എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എല്ലാം എഴുതാൻ പറ്റിയിട്ടില്ല. ചില കാര്യങ്ങൾ നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ എഴുതാതെ വിടുകയായിരിക്കും നല്ലത്. പക്ഷെ എന്നാലും കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സത്യങ്ങളും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു വായനക്കാരുടെ, സാധാരണ ജനത്തിന്റെ പ്രതികരണം? വളരെ നല്ല പ്രതികരണമായിരുന്നു. എല്ലാ വായനക്കാരിലെല്ലാം അത് എത്തിയോ എന്ന് എനിക്കറിയില്ല. കാരണം മുഖ്യധാര പബ്ലിഷേഴ്സ് ഒന്നും ആ പുസ്തകം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് അത് ആ മുഖ്യധാരയിലേക്ക് ആ പത്രം പോയെന്ന് പറയും. പക്ഷെ എന്നാലും 3 എഡിഷൻ ഇറങ്ങി എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. 4ാമത്തെ എഡിഷൻ ഇറങ്ങാൻ പോകുന്നു. എനിക്ക് തോന്നുന്നു ഇനിയെങ്കിലും കേരളത്തിലെ വായനക്കാർ ആ പുസ്തകം ഏറ്റെടുക്കും. കാരണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനെ എങ്ങനെയാണ് ഒരു ഗൂഢാചരണത്തിൽപ്പെടുത്തി, ഇതൊരു കുറച്ച് അക്കാഡമിക് ആയിട്ടാണ്. അതായത് ഒരു മാധ്യമപ്രവർത്തകന്റെ കണ്ണിലൂടെ ഒരു കേസ് എങ്ങനെ വരുന്നു, ആ കേസ് എങ്ങനെ അത് മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും എല്ലാം കൂടി എങ്ങനെ അത് ഊരിപ്പെരിപ്പിച്ച് വലിയൊരു സംഭവമാക്കി മാറ്റുന്നു. എല്ലാം കഴിയുമ്പോഴത്തേക്ക് മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും എല്ലാം അവരുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ അത് എങ്ങനെ കൈവിടുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണത്. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു കാലാതീതമായ ഒരു പ്രസക്തി ഈ പുസ്തകത്തിനുണ്ടെന്ന് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇന്ന് നാളെയോ എന്നുള്ളതല്ല, ഭാവിയിൽ ഇത് ആളുകൾ വായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ ഒരു ഔത്സുക്യം കൊണ്ട് ചോദിക്കുക, ഈ ഒരു ആരോപണം വ്യാജമാണെന്നൊക്കെ തെളിഞ്ഞല്ലോ, വളരെ അതിശയോക്തിപരമായ എക്സാജറേഷൻ ആയിരുന്നെന്നും
പക്ഷേ ആ വിവാദത്തിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതമേ തകർക്കും ഒരു വിധം മനുഷ്യന്റെയും മാത്രമല്ല കുടുംബത്തിന്റെയും അവരൊക്കെ ഒരു അഗ്നിപരീക്ഷയിലൂടെ കടന്നു പോകും. അദ്ദേഹത്തെ സ്നേഹിച്ച വ്യക്തികൾക്കൊക്കെ ഒരു വലിയ അതെ, ആഘാതമായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെയൊരു കപടമായ ഒരു കേസ് കെട്ടിച്ചമച്ച അദ്ദേഹത്തെ ഇത്രയേറെ പരീക്ഷണങ്ങളിലൂടെയൊക്കെ വലിച്ചിഴച്ച ആളുകൾക്കെതിരെ ഒരു കേസ് കൊടുക്കേണ്ടതല്ലേ? വളരെ പ്രസക്തമായ ചോദ്യം. അതായത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ഒരു രീതി അനുസരിച്ച് അവർ ഒരു വളരെ ഒരു ഫോർഗിവിങ് നേച്ചറുള്ളവർ, ഒട്ടും അതെ, പ്രതികാരമൊന്നും മനസ്സിൽ സൂക്ഷിക്കാതെ ആ ക്രിസ്ത്യൻ ബിലീഫിലെല്ലാം ക്ഷമിക്കുന്നവർ. അപ്പം അവർ കേസ് കൊടുക്കാൻ വഴിയില്ല. പക്ഷേ വളരെ മനസാക്ഷി ഇങ്ങനെ സജീവമായിട്ടുള്ള പൊതുപ്രവർത്തകർക്ക് ആ കേസ് ഏറ്റെടുത്ത് നടത്തിക്കൂടെ? അങ്ങനെ ഒരു കേസ് ശരിയാണ്. വാസ്തവത്തില് ഈ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള കേസുകളുടെ പ്രശ്നം അതാണ്. ആ കാലം കഴിയുമ്പോഴുണ്ടല്ലോ ഇതിനകത്ത് പല ഒത്തുതീർപ്പുകളും ക്ഷമയും ഒക്കെ ഉണ്ടാവും. അപ്പം ഇത് അന്ന് പോലീസ് അന്വേഷിച്ചു ഒരു തെളിവില്ല, വീണ്ടും വീണ്ടും അന്വേഷിച്ചു തെളിവില്ല, അത് കഴിഞ്ഞ് ലൈംഗികാരോപണം കൊണ്ടൊന്നും അന്വേഷിച്ചു തെളിവില്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് CBIക്ക് വിട്ട് CBI അന്വേഷിച്ചിട്ട് ഇതിന് തെളിവില്ല എന്ന് മാത്രമല്ല CBI അതിനകത്ത് എഴുതി ചേർത്ത ഒരു വാചകം വളരെ പ്രധാനമാണ്: ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു. ഉമ്മൻചാണ്ടിയെ പ്രതി ചേർക്കുകയും ഉമ്മൻചാണ്ടിയെ ലൈംഗികാരോപണത്തിൽ കൊടുക്കുകയും ചെയ്തതിൽ വലിയൊരു ഗൂഢാലോചന നടന്നിരിക്കുന്നു. ഈ ഗൂഢാലോചന എന്താണെന്ന് അന്വേഷിക്കണം. ഇത് ഞങ്ങളുടെ ജോലിയല്ല, CBIയുടെ ജോലിയല്ല. CBI ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള കേസ് മാത്രമേ CBI അന്വേഷിച്ചുള്ളൂ. അദ്ദേഹം കുറ്റവിമുക്തനാക്കി. ഈ ഇനിയും ഇതിനകത്ത് ആരാണ് ഗൂഢാലോചന നടത്തിയെന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് പറഞ്ഞു. പക്ഷേ ആ അന്വേഷണം ഉണ്ടായില്ല എന്നുള്ളതിന്റെ വലിയ പരാജയമാണ്. നേരത്തെ പറഞ്ഞ പോലെ കുടുംബം അത് ക്ഷമിച്ചു. കാരണം കുടുംബം പറഞ്ഞു ഉമ്മൻചാണ്ടി ക്ഷമിച്ചു, പിന്നെ ഞങ്ങൾക്ക് എന്ത് എന്നുള്ളതാണ് കുടുംബം ചിന്തിച്ചത്. പക്ഷെ പിന്നെ ഗൂഢാലോചന നടത്തിയവരെല്ലാവരും ഇപ്പോഴും സാമൂഹിക മധ്യത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും. അവരെല്ലാം ജീവിച്ചിരിക്കുന്നു, മാത്രമല്ല അവരൊക്കെ സുഖമായിട്ട് കഴിയുന്നുണ്ട്. അവർക്കാർക്കും ഒരു പ്രശ്നമില്ല. സുഖമായിട്ടൊന്നും ഞാൻ പറയില്ല, അവരെല്ലാം ജീവിതത്തിൽ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു സത്യമാണ്. കാലത്തിന് തിരിച്ചടി എന്ന് ഞാൻ കരുതുന്നുള്ളൂ. നമ്മള് പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെയൊക്കെ ഒരു തിരുത്ത് എന്ന് ഞാൻ കരുതുന്നുള്ളൂ. അത് സംഭവിക്കുന്നുണ്ട്. ദൈവനീതി. അതെ, പക്ഷേ ആ ഒരു നീതി നടപ്പാക്കപ്പെടണ്ടേ? ശരിയാണ്. നീതി നടപ്പാക്കപ്പെടുമെന്ന് തന്നെയാണ്. പക്ഷേ ധാർമ്മികത നീതി നടപ്പാക്കുന്നത് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും നടപ്പാക്കാം. ഭൗതികമായിട്ടുള്ള നീതി നടപ്പായിട്ടില്ലെങ്കിലും എനിക്ക് തോന്നുന്നത് മറ്റൊരു തലത്തിൽ അതിന്റെ നീതി നടപ്പാക്കപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ നീതി നടപ്പാക്കാനായിട്ട് ആരെങ്കിലും മുൻകൈ എടുക്കുന്നെങ്കിൽ, പക്ഷെ ഇതിനകത്ത് കേസ് ഇപ്പോഴും നിൽപ്പുണ്ട്. ഇതിനകത്ത് പിന്നെ പ്രതി ചേർക്കപ്പെട്ട ഒരു മുൻ മന്ത്രി, അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസ്, അദ്ദേഹമാണ് ഇതിന്റെ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞൊരു കേസ് ഇപ്പോഴും കോടതിയിലുണ്ട്. ഹൈക്കോടതി പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ക്ഷമിക്കില്ല, അതുകൊണ്ട് ഈ കേസ് വിചാരണ നടക്കട്ടെ എന്ന് പറഞ്ഞാണ് അവസാനം വിധി എഴുതിയത്. ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ക്ഷമിക്കില്ല എന്നുള്ള വാചകം പറഞ്ഞിട്ടാണ്. കാരണം അത്രമാത്രം കോടതിക്ക് പോലും അക്കാര്യത്തിൽ അതൊരു കോടതിയാണ് സത്യത്തിൽ അതിന്റെ സത്യം കണ്ടെത്താൻ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചത്. പറയാതിരിക്കാൻ വയ്യ. ഹൈക്കോടതി പ്രത്യേകിച്ച് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കോടതി എപ്പോഴും പല കാര്യങ്ങളും നമ്മൾ വിമർശിക്കുമ്പോഴും കോടതി ചില കാര്യങ്ങൾ കാണിക്കുന്ന സത്യസന്ധതയും സമൂഹത്തോട് കാണിക്കുന്ന ആ ഒരു നീതിബോധവും ഒക്കെ പലപ്പോഴും സർക്കാരുകൾക്ക് അതീതമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാലൊരു നിരപരാധി ക്രൂശിക്കപ്പെട്ടുവല്ലോ അല്ലേ? ക്രൂശിക്കപ്പെട്ടു. പക്ഷെ ആ ജീവിച്ചിരിപ്പില്ലെങ്കിലും ഇന്ന് ഉമ്മൻചാണ്ടി ഇത്രമാത്രം ഒരു വലിയ മഹത്വവൽക്കരിക്കപ്പെട്ട, ഇത്രമാത്രം വലിയൊരു, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തേക്കാളേറെ അദ്ദേഹത്തെ ഒരു ഒരു ദൈവതുല്യനായി കാണുന്നത് ഈ ഒരു കേസിലൂടെ അദ്ദേഹം കടന്നുപോയതുകൊണ്ടാണ്. അത് കേരള ജനത ഒട്ടാകെ അല്ലേ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുന്ന ഔന്നത്യമൊക്കെ തിരിച്ചറിഞ്ഞു. പിന്നീട് അതാണ് അദ്ദേഹത്തിന്റെ ശവശരീരം തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിക്ക് കൊണ്ടുപോകുന്ന വഴിയിലെ ആളുകളുടെ അതൊക്കെ സ്പോണ്ടേനിയസ് ആയിരുന്നു. ആ ഒരു വികാര പ്രകടനം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ ഒരു നേതാവിനോട് കേരളത്തിലെ ജനങ്ങൾക്കുള്ള വികാരം കാണിക്കുന്ന ഒരു, ഇപ്പോഴും അദ്ദേഹത്തിന്റെ ശവകുടീരത്തിലെ സ്നേഹവാദനങ്ങൾ ഇങ്ങനെ ഇപ്പോഴും ഞാൻ 4ാം പതിപ്പിറക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ പബ്ലിഷറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇപ്പോഴും ആ പുതുപ്പള്ളി കൂടെ പോയാൽ എപ്പോഴും അവിടെ അദ്ദേഹം സഭാവിശ്വാസിയൊന്നുമല്ല. ഞാൻ ആ ഉമ്മൻചാണ്ടിയുടെ കലറയിൽ കയറി അല്പം നേരം അവിടെ മൗനമായിട്ട് വന്നിട്ട് ഞാൻ പോകാറുണ്ട്. അതാണ്, അങ്ങനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും കേരളത്തിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഓർമ്മകൾ എന്നും മലയാളികൾക്കൊപ്പം ഉണ്ടാവും.